ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ വിഷു ഒക്കെ വരാറായി. അപ്പോൾ നമുക്ക് വിഷു സ്പെഷ്യലായിട്ടൊരു മാല ചെയ്താലോ? അപ്പോൾ നമ്മൾ നല്ല ഒരു ട്രഡീഷണൽ ലുക്ക് തോന്നുന്ന നമ്മൾ ജ്വല്ലറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേപോലത്തെ ഒരു മോഡലാണ് ചെയ്യുന്നത്. അത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ മെറ്റീരിയലൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിഷുവിന് സെറ്റ് സാരിക്കോ സെറ്റ് മുണ്ടിനോ ഒക്കെ അതിൻ്റെ കരയ്ക്ക് മാച്ച് ചെയ്ത് ഈ ഒരു മോഡൽ ചെയ്തെടുക്കാം. വളരെ എളുപ്പമാണ് കേട്ടോ, സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. ജ്വല്ലറി മേക്കിംഗ് ഒന്നും പഠിക്കാത്തവർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. അപ്പോൾ അതിന് മാച്ച് ചെയ്തൊരു കമ്മലും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മോഡൽ, മാലയും കമ്മലും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ബോൾ ചെയിനാണിത്. ഇത് നമുക്ക് ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ജ്വല്ലറി മേക്കിംഗ് ഒക്കെ മെറ്റീരിയൽസൊക്കെ വാങ്ങിക്കുന്ന ഷോപ്പുകളിൽ നിന്ന് കിട്ടും. പിന്നെ നമ്മുടെ സാധാരണ ക്രിസ്റ്റൽ ബീഡാണ്, റെഡാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കൊളുത്തിന് ഫിഷ് ഹൂക്ക് എടുത്തിട്ടുണ്ട്, അത് കണക്ട് ചെയ്യാനായിട്ട് സൈഡ് റിങ്ങും എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇതുപോലത്തെ ഫ്യൂസ് സ്റ്റാർ ആണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ മെറ്റീരിയൽസ് വാങ്ങിക്കുന്ന ഷോപ്പിൽ നിന്ന് കിട്ടും. പിന്നെ ജ്വല്ലറി മേക്കിംഗ് ചെയ്യുന്നവരുടെ കയ്യിൽ എന്തായാലും ഇതൊക്കെ ഉണ്ടാവും. കാരണം നമുക്കൊരു മാലയോ കമ്മലോ എന്ത് ചെയ്യണമെങ്കിലും ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ വേണമല്ലോ. അപ്പോൾ അതിൽ ഉൾപ്പെടുന്നതാണ് ഈ ഒരു മെറ്റീരിയൽസൊക്കെ. ഇനി നമുക്ക് ബോൾ ചെയിൻ ഒരു 4 എണ്ണത്തിൻ്റെ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ 4 ബോൾ നോക്കിയിട്ട് 5ാമത്തെ പേളിൽ വേണം കട്ട് ചെയ്യാനായിട്ട്. എങ്കിലേ നമുക്ക് കറക്റ്റ് 4 എണ്ണം കിട്ടുള്ളൂ. കാരണം കണ്ടോ, കമ്പി അവിടെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു പേളും അതിൻ്റെ കമ്പി നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. കണ്ടോ, ഇതുപോലെ മാറ്റണം. അപ്പോൾ 4 എണ്ണം നമ്മൾ സെലക്ട് ചെയ്തിട്ട് 5ാമത്തേൻ്റെ ആ ഒരു റൗണ്ട് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെയാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ 4 എണ്ണം നോക്കിയിട്ട് നമ്മൾ 4ാമത്തേൽ കട്ട് ചെയ്താൽ നമുക്ക് 3 ബോളുള്ള ആ ചെയിനേ കിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഈ 4 എണ്ണം എന്നുള്ളൊരു കണക്കൊന്നും കറക്റ്റ് നമുക്ക് എടുക്കണമെന്നില്ല. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ലെങ്ത്ത് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യാം. എത്ര ലെങ്ത്ത് വേണം, അതിൻ്റെ ഗ്യാപ്പ് എത്ര വേണമെന്ന് നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ബീഡ്സിൻ്റെ ഇടയിൽ ഗ്യാപ്പ് അധികം വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെങ്ത്ത് കൂട്ടിയെടുക്കാം. അപ്പോൾ റെഡ് നമ്മൾ ക്രിസ്റ്റൽ ബീഡ് കൊടുക്കുന്നത് കുറച്ച് ഗ്യാപ്പിൽ തന്നെ കിടക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോൾ ചെയിൻ ലെങ്ത്ത് കൂട്ടിയെടുത്താൽ മതി. ഇനി നമുക്ക് ഫ്യൂസ് സ്റ്റാറിൻ്റെ 2 അറ്റത്തും ഇതുപോലെ ഓരോ മുട്ടുകളുണ്ടാവും, അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. അതിന് ശേഷം പിന്നെ നമ്മൾ അതിൻ്റെ ലെങ്ത്ത് കുറയ്ക്കേണ്ട, കാരണം നമുക്ക് ഒരെണ്ണത്തിൽ തന്നെ ഫുള്ളായിട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത്. അപ്പോൾ ഇതുപോലെ ഒന്ന് നമ്മുടെ പേൾ ചെയിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കോർത്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കുക. ഒരറ്റം ചെറുതായിട്ടൊന്ന് വളച്ചിട്ട് നമ്മളിതുപോലെ പിരിച്ചു കൊടുക്കുക. അപ്പോൾ ബോളിൻ്റെ സൈഡിലൊരു ഹുക്ക് ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ കമ്പി കോർത്തെടുക്കുന്നത്. ഇനി നമ്മൾ ഈ കമ്പിയിലേക്ക് ബീഡ്സ് കോർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ക്രിസ്റ്റൽ ബീഡ് കോർക്കുക. അതിന് ശേഷം ഞാൻ ചക്കിരി എടുത്തിട്ടുണ്ട്, അതാണ് നേരത്തെ കാണിച്ചിരുന്നത്. ചക്കിരി ഇതുപോലെ സിംഗിൾ പീസാക്കി എടുക്കുക, അതിട്ട് കൊടുക്കുക. വീണ്ടും ഒരു ക്രിസ്റ്റൽ ബീഡും കൂടി ഇട്ട് കൊടുക്കുക. ഈ ഒരു പാറ്റേണിലാണ് ഞാൻ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചക്കിരി ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഗോൾഡ് കളർ ബീഡ്സ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് നമ്മുടെ ക്രിസ്റ്റൽ ബീഡിനേക്കാളും ചെറിയതായിട്ടുള്ള സൈസിലെടുക്കണം. വലിയ സൈസ് എടുത്തു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഒരു ചെറിയ ഗോൾഡൻ കളർ ബീഡ് ഇട്ട് കൊടുക്കാം. ഇനി അതും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ ക്രിസ്റ്റൽ ബീഡ് മാത്രമായിട്ടും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് എന്നുള്ളതിനനുസരിച്ച് ചെയ്യുക. ഇതാണ് കുറച്ചും കൂടി ഒരു ഭംഗി. ഇതിൻ്റെ സെൻറ്ററിൽ ഗോൾഡ് കളർ വരുമ്പോഴാണ് കുറച്ചും കൂടി ഒരു ഭംഗി. അപ്പോൾ ചക്കിരി ഇല്ലെങ്കിൽ നിങ്ങൾ ഗോൾഡ് ബീഡ് ഇട്ട് തന്നെ ചെയ്യുക, അപ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവും. ഇനി നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബോൾ ചെയിൻ്റെ പീസ് ഇടുക. അതിനെ ഒന്ന് അവിടെ അതുപോലെ പിരിച്ച് കെട്ടാക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് 2-3 വട്ടം ഒന്ന് പിരിച്ചു കൊടുത്താൽ മതി. ബാലൻസ് കമ്പി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് അടുത്തത് കൊടുക്കാനായിട്ട് ഈ ഒരു കമ്പി തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അധികം ലെങ്ത്തിൻ്റെ ആവശ്യമില്ല. 2-3 വട്ടം ഒന്ന് ചുറ്റിയാൽ മതി. അതിന് ശേഷം നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ട് അതിൻ്റെ അറ്റം നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക പ്ലെയർ വെച്ചിട്ട്, അല്ലെങ്കിൽ നമുക്ക് കഴുത്തിലൊക്കെ കൊള്ളൂല. അപ്പോൾ അതൊന്ന് പ്രസ്സാക്കി കൊടുക്കുക നന്നായിട്ട്. അത്രയേ ഉള്ളൂ. ഈ ഒരു പാറ്റേൺ മാലയ്ക്ക് എളുപ്പമാണ്, ഞാൻ പറഞ്ഞില്ലേ, വളരെ എളുപ്പമായിട്ട് ചെയ്യാം. എന്നാൽ ശരിക്കും ഇതുപോലത്തെ മാലകൾ നമ്മൾ ഗോൾഡ് ഡിസൈനിൽ ഒരുപാട് കണ്ടിട്ടുണ്ട് അല്ലേ, പല കളറിൽ. ഇത് നമുക്ക് 2 ലെയറായിട്ടൊക്കെ ചെയ്യാം കേട്ടോ, 2-3 ലെയറിലൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു സിംഗിൾ ലെയറാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ നമ്മൾ കോർത്ത് നിർത്തിയ പേൾ ബീഡിലേക്ക് വീണ്ടും ഇതുപോലെ കമ്പിയിട്ട് ഇതുപോലെ തിരിച്ചു കൊടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ആദ്യം കോർത്ത പോലെ തന്നെ ബീഡ്സ് കോർത്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എത്ര ലെങ്ത്ത് വേണോ അത്രയും ലെങ്ത്തിൽ ഇത് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു മാലയ്ക്ക് കുറച്ച് ലെങ്ത്തുള്ള ടൈപ്പാണല്ലോ, ലോങ് ചെയിനാണിത്. അപ്പോൾ അതിനനുസരിച്ച് നോക്കി നമ്മൾ ചെയ്യാം. ഇത് നമുക്ക് 2-3 ലെയറിൽ ചെയ്യാം. നമ്മൾ ലെയർ മാലകളൊക്കെ ചെയ്യുന്ന ആ ഒരു മോഡലിൽ തന്നെ ഇത് ചെയ്തെടുക്കാം. ലെയർ മാലകളൊക്കെ ഞാൻ ഇതിന് മുമ്പ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ചാനലിലൊന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്കിത് ഇതുപോലെ 2-3 ലെയർ വേണമെന്നുണ്ടെങ്കിൽ എത്ര ലെയർ വേണോ അത്രയും ചെയ്തെടുത്തിട്ട് അതിനെ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയും നമുക്കിത് യൂസ് ചെയ്യാം. ഷോപ്പുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ ലെയർ മാലകളൊക്കെ, ജ്വല്ലറി ഷോപ്പുകളിൽ. അതൊക്കെ കാണാനൊരു ഫിനിഷിങ് നല്ല അടിപൊളിയാണല്ലേ. അപ്പോൾ അതേ ഒരു ഫിനിഷിങ് തന്നെ നമുക്ക് ഇതിലും കിട്ടും. നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽസ് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ തന്നെ ഇതിൻ്റെ ലുക്ക് കിട്ടും കേട്ടോ. ഫൈനൽ ലുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ കിട്ടും.
അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കാണുന്നവർ ലൈക്ക് മാത്രം ചെയ്ത് പോകരുത്, നിങ്ങൾ കമൻറ്റ് ചെയ്യണം, എങ്കിലേ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയുള്ളൂ. അപ്പോൾ ഏതെങ്കിലും മോഡൽ ജ്വല്ലറിയോ ഹെയർ ആക്സസറീസോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയൂ. അപ്പോൾ ചിലരങ്ങനെ വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്, ഞാനപ്പോൾ അവർക്ക് വീഡിയോസ് ചെയ്ത് ഇടാറുണ്ട് വീഡിയോസ്. അപ്പോൾ എനിക്കറിയുന്ന മോഡലുകളൊക്കെ ആണെങ്കിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതേ നമ്മുടെ മാല ലെങ്ത്ത് ഒരുവിധമായിട്ടുണ്ട്, കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. നമ്മളിത് കോർത്തിട്ട് ഇനി നമുക്കിതിന് സൈഡ് റിങ്ങൊക്കെ ഇട്ട് ജസ്റ്റ് കണക്ട് ചെയ്ത് കൊടുക്കുകയുള്ളൂ, ഇത്രയേ ഉള്ളൂ. ഇനി ഇതിന് സെൻറ്ററിൽ നിങ്ങൾക്ക് ലോക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലോക്കറ്റ് അതിലേക്ക് കോർത്ത് കൊടുത്താൽ മതി. സൈഡ് റിങ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഐ പിന്നൊക്കെ വെച്ചിട്ട് നമുക്ക് ലോക്കറ്റ് അതിലേക്ക് സെൻറ്ററാന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുത്താലും മതി. അങ്ങനെ അല്ലെങ്കിൽ ഇത് നമ്മൾ കോർത്ത് വരുമ്പോൾ രണ്ട് സൈഡും ലെവലാക്കി നോക്കിയിട്ട് നമ്മൾ സെൻറ്റർ ഭാഗം വരുന്നിടത്ത് ലോക്കറ്റ് ഇട്ട് അങ്ങനെ ആയാലും പോവാം കേട്ടോ. ലോക്കറ്റ് ഇടാനൊക്കെ എളുപ്പമാണ്, നമുക്ക് എന്തെങ്കിലും ഒരു കണക്ടർ വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ ഈ ഒരു മോഡലിന് ലോക്കറ്റിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഇങ്ങനത്തെ മോഡലുകൾക്ക് ലോക്കറ്റ് ഇല്ലാതെയാണ് ഈ ഒരു മോഡൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലോക്കറ്റ് ചെയ്തിട്ടില്ല. ലോക്കറ്റ് ചെയ്യാത്തതായിരിക്കും കുറച്ചും കൂടി ഭംഗി എന്നെനിക്ക് തോന്നി. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റിൽ പറയൂ. ലോക്കറ്റും കൂടി വന്നാലാണോ ഈ ഒരു മാലയ്ക്ക് ഭംഗി കൂടുക എന്നുള്ളത് കമൻറ്റിൽ പറയൂ. അപ്പോൾ ഇനി നമുക്ക് ഒരു സൈഡിൽ നമുക്ക് സൈഡ് റിങ് ഇട്ട് കൊടുക്കാം. ഇനി അപ്പുറത്തെ സൈഡിൽ നമുക്ക് സൈഡ് റിങ് ഇട്ട് നമ്മുടെ ഫിഷ് ഹൂക്ക് കണക്ട് ചെയ്യാം. ഇനി സൈഡ് റിങ് ഇടാതെ വേണമെങ്കിൽ നമുക്ക് നമ്മൾ ചെയ്ത ഫ്യൂസ് സ്റ്റാർ വെച്ചിട്ടും ഇതിനെ കണക്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യം ചെയ്ത പോലെ ഫ്യൂസ് സ്റ്റാർ ഇതുപോലെ ഒന്ന് ഇതാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പിരിച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ഫിഷ് ഹൂക്ക് അതിലൂടെ ഇട്ടിട്ട് അതൊന്ന് നേരെ നമ്മൾ തിരിച്ചിട്ടൊന്ന് പിരിച്ചു കൊടുക്കുക. നമ്മൾ ആ ബോൾ ചെയിൻ കണക്ട് ചെയ്ത പോലെ തന്നെ. പക്ഷേ ഞാനിവിടെ സൈഡ് റിങ് ഇട്ടാണ് ചെയ്യുന്നത്, ഇതാണ് കുറച്ചും കൂടി എളുപ്പം. സൈഡ് റിങ് അതിലേക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഫിഷ് ഹൂക്കും കൂടി അതിൽ കണക്ട് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇതാണ് കുറച്ചും കൂടി എളുപ്പം. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്തത് കേട്ടോ. ഫിനിഷിങ്ങും ഇതാണ് കിട്ടുക നമുക്ക്. ഇനി അഥവാ സൈഡ് റിങ് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ആ രീതിയിലും ചെയ്യാമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മാല റെഡിയായി. ഇനി നമുക്കിതിനെ മാച്ച് ചെയ്തിട്ട് ഒരു കമ്മലും കൂടി ചെയ്തെടുക്കണം. ഇനി ഈ ഒരു ഇത് കണക്ട് ചെയ്യണതിന് മുമ്പാണ് നമ്മൾ 2 ലെയറൊക്കെ ചെയ്യുകയാണെങ്കിൽ ചെയ്യാം കേട്ടോ. ഈ ഒരു കണക്റ്റ് നമ്മൾ ഫിഷ് ഹൂക്കും സൈഡ് റിങ്ങും കണക്ട് ചെയ്യണതിന് മുമ്പ് നമ്മൾ മാലയുടെ ലെയറുകൾ കണക്ട് ചെയ്യണം, എന്നിട്ട് വേണം ഇത് കണക്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്ത് കാണിച്ചു തരാം. ഞാനിതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് ലെയർ മാലകൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മാല ലെയർ മാലയായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചാനലിലൊന്ന് കയറി നോക്കിയാൽ മതി. അപ്പോൾ ആ ഒരു മോഡലിൽ ചെയ്യാം. ഇനി നമുക്ക് കമ്മൽ ചെയ്യാനായിട്ട് നമ്മൾ ഫ്യൂസ് സ്റ്റാർ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഫ്യൂസ് സ്റ്റാറിനെ സെൻറ്ററിൽ ഒന്ന് കട്ട് ചെയ്യാം. നമ്മുടെ അതിൻ്റെ മുട്ടുകൾ കട്ട് ചെയ്ത് കളയരുത്. നമ്മൾക്ക് ബീഡ്സ് കോർക്കുമ്പോൾ അതവിടെ ലോക്കായി നിൽക്കാൻ ആ മുട്ടിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം ഒരു ക്രിസ്റ്റൽ ബീഡ് കോർത്ത് കൊടുക്കുക. നമ്മുടെ മാല ചെയ്ത അതേ പാറ്റേണിൽ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ചക്കിരി ഇടുക, വീണ്ടും ക്രിസ്റ്റൽ ബീഡ് ഇടുക. അതിന് നമ്മൾ നമ്മുടെ ബോൾ ചെയിനിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെയും 4 ബോൾ തന്നെയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ലെങ്ത്ത് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ബോളിൻ്റെ എണ്ണം കുറയ്ക്കാം. വീണ്ടും ഇതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ ഫ്യൂസ് സ്റ്റാറിൻ്റെ ആ ഒരു മുട്ട് കട്ട് ചെയ്യരുത്. സെൻറ്റർ വെച്ച് കണക്ട് ചെയ്താൽ നമുക്ക് 2 കമ്മലിനും ഒറ്റ ഒരു ഫ്യൂസ് സ്റ്റാർ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ നമ്മൾ മാല ചെയ്ത പോലെ തന്നെ കണക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ഇയർ ഹൂക്ക് ഇട്ട് കൊടുത്താൽ നമ്മുടെ കമ്മലിവിടെ റെഡിയായി. ബാലൻസ് കമ്പി ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് നമ്മുടെ ഇയർ ഹൂക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ആ ബോൾ ചെയിനിലേക്കാണ് ഇയർ ഹൂക്ക് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഇയർ ഹൂക്കിൻ്റെ അറ്റം ഒന്ന് ജസ്റ്റ് ഒന്ന് അകത്തിയതിന് ശേഷം ബോൾ ചെയിനിൻ്റെ ആ ഒരു ഹുക്കിലൂടെ കടത്തുക, പ്രസ് ചെയ്യുക. അത്രയേ ഉള്ളൂ. കമ്മലൊക്കെ ചെയ്യാൻ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. കമ്മൽ ചെയ്യാൻ ചെറിയ കുട്ടികൾക്ക് വരെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് മോഡൽ ഞാൻ ചാനലിൽ ചെയ്തിട്ടുണ്ട്. വിഷു സ്പെഷ്യൽ തന്നെ 2-3 മാല ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓണം സ്പെഷ്യലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്ത് നമുക്ക് വിഷുവിനും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ കയറി കഴിഞ്ഞാൽ അതുപോലത്തെ ഒരുപാട് മോഡലുകൾ കാണാം. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന എളുപ്പമുള്ള, അതുപോലെ ഗോൾഡ് ചെയിൻ്റെ ഒക്കെ ഒരേ മോഡലുള്ള കമ്മലും മാലയൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ ചാനലിലൊന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മോഡൽസൊക്കെ കിട്ടും. ചെയ്ത് നോക്കുക എല്ലാവരും. അപ്പോൾ ഇതാ നമ്മുടെ 2 കമ്മലും മാലയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കണ്ടോ, നമുക്ക് നല്ല ലെങ്ത്തിൽ തന്നെ വന്നിട്ടുണ്ട് മാല. ആ ഒരു റെഡ് വൈറ്റ് കോംബോ വന്നപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത് ഗ്രീൻ ആയാലും ഏത് കളറായാലും ഭംഗിയായിരിക്കും വൈറ്റിൻ്റെ കൂടെ. അപ്പോൾ ഈ ഒരു വിഷു നമുക്ക് ഈ ഒരു മാലയും കമ്മലും വെച്ച് തന്നെ കളറാക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ ഐറ്റമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.